Hi everyone, welcome to another video. ഈ വീഡിയോ ക്ലാസ് 5 ബേസിക് സയൻസിലെ ചാപ്റ്റർ 4ൻ്റെ സെക്കൻഡ് പാർട്ടാണ്. എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടോപ്പിക്ക് വെറൈറ്റി ഇൻ ലീവ്സ് ആണ്. ഇതിൽ ലീവ്സിൻ്റെ സ്ട്രക്ചറുകളെക്കുറിച്ചും അതിൻ്റെ വേരിയേഷൻസിനെ കുറിച്ചുമാണ് പറയുന്നത്. സോ ലുക്ക് അറ്റ് ദോസ് പിക്ചേഴ്സ്. അതിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പിക്ചറിലേക്ക് നോക്കൂ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതൊരു പുതിയ ഗ്രീനിഷ് ആയിട്ടുള്ള ഇലയാണോ? അല്ല, ഇത് ഒരു പഴകിയ ദ്രവിച്ച് തുടങ്ങിയ ഇലയാണ് അല്ലേ. ഇങ്ങനെയുള്ള ഇലകൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. മണ്ണിൽ വീണിട്ടും അങ്ങനെയൊക്കെ ഉണങ്ങി ദ്രവിച്ച ഇലകൾ. അതിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ. അതിൻ്റെ ഗ്രീനിഷ് പാർട്ടൊക്കെ പോയിട്ട് അതിൻ്റെ ആ വെയിൻസ്, ആ ഞരമ്പുകൾ മാത്രമാണ് കാണുന്നത് അല്ലേ. ഈ രണ്ട് ഇലയിലും ആ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപോലെയാണോ? Look at the first picture. You can see in the middle of the leaf a main vein extending from the node to the tip. Many small branches that come out from it are connected to each other like the links of a net. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. സോ ഫസ്റ്റ് പിക്ചർ നോക്കൂ. അതിലെങ്ങനെയാണ്? ഫസ്റ്റ് ലീഫിൽ ഒരു മെയിൻ വെയിൻ ഉണ്ട് അല്ലേ. സെൻറ്ററിലൊരു മെയിൻ വെയിൻ ഉണ്ട്. ദെൻ അതിൽ നിന്ന് ബ്രാഞ്ച് പോലെ പല വെയിനുകൾ രണ്ട് സൈഡിലേക്ക് ഉണ്ടായിരിക്കുന്നു. ആ ബ്രാഞ്ചുകളിൽ നിന്ന് വീണ്ടും സബ് ബ്രാഞ്ചസ് പോലെ ഉണ്ടായിരിക്കുന്നു അല്ലേ. ദിസ് ഈസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. സോ ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ട് ഇൻ്റർകണക്റ്റഡ് ബ്രാഞ്ചസ് ആയിട്ട് കാണുന്ന ഇത്തരം അറേഞ്ച്മെൻറ്റിനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുക. വീനേഷൻ എന്ന് വെച്ചാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ്. സോ ഇതിനെ പറയുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്നാണ്. ഇനി ലുക്ക് അറ്റ് ദ സെക്കൻഡ് പിക്ചർ. സോ ഇൻ ദിസ് leaf, all the veins in the leaf start from the node of the leaf and reach the tip in parallel without touching each other. സോ ഈ പിക്ചർ നോക്കൂ. അതായത് ഇതിൽ നമുക്കൊരു മെയിൻ വെയിനും പിന്നെ അതിൻ്റെ ബ്രാഞ്ചസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ വെയിനും സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ലോവസ്റ്റ് നോഡിൽ നിന്നാണ് അല്ലേ. എന്നിട്ട് അത് പാരലലായിട്ട് പോകുന്നു, പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആവാതെ പാരലലായിട്ട് അതിൻ്റെ ടിപ്പിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ. ഇത്തരത്തിലുള്ള വീനേഷനെയാണ് പാരലൽ വീനേഷൻ എന്ന് പറയുക. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് വീനേഷൻ അറൗണ്ട് us, that is reticulate venation and parallel venation. So you can observe the surroundings and find leaves with these two kinds of venation and write the names of the plant. ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നമ്മുടെ സറൗണ്ടിങ്സിൽ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനുമുള്ള എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെറ്റിക്കുലർ വീനേഷന് ഏതാ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? ജാക്ക് ഫ്രൂട്ട് ട്രീ. അത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും? ഇതേപോലെയുള്ള വീനേഷനുള്ളത് ഒരുപാട് ചെടികളുണ്ട് നമുക്ക് ചുറ്റും അല്ലേ. റോസ് ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, മാംഗോ ഉണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും നോക്കിയാൽ ഭൂരിഭാഗം ചെടികൾക്കും എന്താണ് വീനേഷൻ? റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇനി പാരലൽ വീനേഷൻ വരുമ്പോഴോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബാമ്പു അല്ലേ. അത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റും? ബനാന പറയാം, റൈസ് നെൽച്ചെടി പറയാം, കോക്കനട്ട്, മെയ്സ്, വീറ്റ്, ഗോതമ്പ്, ചോളം, ഇതിനൊക്കെ എന്ത് തന്നെയാണ്? പാരലൽ വീനേഷൻ ആണ് വരുന്നത് അല്ലേ. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദെയർ റൂട്ട്സ്? വീനേഷനും റൂട്ടിൻ്റെ സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. സോ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. രണ്ട് പിക്ചർ നോക്കി നോക്കൂ. ഫസ്റ്റ് എന്തിൻ്റെ? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെയും ദെൻ ഒരു ഗ്രാസ് പ്ലാന്റിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ട്രീയിൽ റെറ്റിക്കുലർ വീനേഷനാണ്, ഗ്രാസിൽ പാരലൽ വീനേഷനാണ്. നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇത് രണ്ടും തമ്മിൻ്റെയും റൂട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റൂട്ട് ഉണ്ട്. ദെൻ അതിൽ നിന്ന് എന്ത് വന്നിരിക്കുന്നത്? കുറേ ബ്രാഞ്ചുകളും സബ് ബ്രാഞ്ചുകളും വന്നിരിക്കുന്നു അല്ലേ. ഗ്രാസ് പ്ലാന്റിലോ അങ്ങനെയല്ല. കുറേ ഫൈബ്രസ് ആയിട്ടുള്ള കുറേ ഒരേപോലെയുള്ള റൂട്ടുകൾ എവിടുന്ന ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെയല്ലേ. സോ എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
A taproot system is a root system consisting of a taproot growing downwards from the base of the stem and branching roots growing from it. You can see the taproot system in mango tree and jackfruit trees. സോ ഇതിൽ പറയുന്നത് ഏതിനെ കുറിച്ചാണ്? നമ്മുടെ ഫസ്റ്റ് പിക്ചറിനെ കുറിച്ച് അല്ലേ. ഫസ്റ്റ് പിക്ചറിൽ എങ്ങനെയാണ്, ഒരു മെയിൻ റൂട്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട് എന്ന്. ദെൻ അതിൽ നിന്ന് കുറേ ബ്രാഞ്ചുകളും സബ് ബ്രാഞ്ചുകളും ഉണ്ടാകുന്നു. സോ ഇത്തരത്തിലുള്ള റൂട്ടിനെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നു. ദിസ് ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾസ് ആർ ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, അങ്ങനെ പല ട്രീസും നമുക്ക് പറയാവുന്നതാണ്. ദെൻ what about grass plant? Fibrous root system is one which many fiber-like roots growing from the base of the stem. Plants belonging to the grass family have a fibrous root system. So ഗ്രാസിൽ കാണുന്ന റൂട്ട് സിസ്റ്റത്തിന് എന്താ പറയുന്നത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് ഒരുപാട് കട്ടിയുള്ളതല്ലാത്ത ഫൈബർ ലൈക്ക് റൂട്ട്സ് ഒരു പോയിന്റിൽ നിന്ന് ഒരുമിച്ചുണ്ടാകുന്നതിനെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് എന്തിൽ നിന്നായിരുന്നു? ലീവ്സിൻ്റെ വീനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ടേബിൾ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് പ്ലാന്റിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള വീനേഷനും റൂട്ട് സിസ്റ്റവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ഗ്രാം, ചെറുപയറിൽ എന്ത് തരത്തിലുള്ള വീനേഷനാണ് ഉണ്ടാവുക? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ആൻഡ് അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഗ്രാസിൽ വീനേഷൻ പാരലലാണ്, റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണ്. ജാക്ക് ഫ്രൂട്ടിൽ വീനേഷൻ റെറ്റിക്കുലേറ്റ് ആണ്, റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. കോക്കനട്ട് ട്രീയിലോ വീനേഷൻ എങ്ങനെയാണ് വരിക? പാരലലാണ്. സോ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് റെറ്റിക്കുലേറ്റ് വീനേഷൻ വരികയാണെങ്കിൽ അവിടെ റൂട്ട് സിസ്റ്റം എന്തായിരിക്കും? ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇനി പാരലൽ വീനേഷനുള്ള ചെടികൾക്ക് ഏത് തരത്തിലുള്ള റൂട്ടാണ് ഉണ്ടാവുക? ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ടാണ് ഉണ്ടാവുക. ഇതാണ് വീനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ. ദെൻ നമ്മൾ സീഡ് ജെർമിനേഷനിൽ പറഞ്ഞിരുന്നു റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ചില റൂട്ടുകൾ റാഡിക്കിളിൽ നിന്ന് അല്ലാതെ സ്റ്റെമ്മിൽ നിന്നോ ബ്രാഞ്ചിൽ നിന്നോ ഒക്കെ ഫോം ചെയ്യും. അതിനുള്ള എക്സാമ്പിൾസാണ് താഴെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലിങ്ങിങ് റൂട്ട്, ന്യൂമാറ്റോഫോസ്. ഇതൊക്കെ റാഡിക്കിളിൽ നിന്നല്ലാതെ ഫോം ചെയ്യുന്ന റൂട്ടിന് എക്സാമ്പിൾസാണ്. പ്രോപ്പ് റൂട്ട് എന്തിലാണ് കാണുന്നത്? നമ്മുടെ ആൽമരമൊക്കെ ഇല്ലേ, അതിലൊക്കെ ബ്രാഞ്ചിൽ നിന്ന് താഴത്തേക്ക് വളരുന്ന പോലെയുള്ള റൂട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റിനൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട്. ആൽമരമൊക്കെ ഒരുപാട് വലുതാവില്ലേ, ബ്രാഞ്ചസ് ഒക്കെ ഒരുപാട് നീണ്ടുപോയി ഇതാകും. അപ്പോൾ അതിൻ്റെ മെയിൻ ബ്രാഞ്ചിന് മാത്രം അതിനെ താങ്ങി നിർത്താൻ പറ്റാത്തതുകൊണ്ട് സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് വളരുന്ന റൂട്ടുകളാണ് പ്രോപ്പ് റൂട്ട്. ഇനി സ്റ്റിൽറ്റ് റൂട്ട് നോക്കൂ. സ്റ്റിൽറ്റ് റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? സ്റ്റെമ്മിൽ നിന്നാണ് അല്ലേ. അതും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? പ്ലാന്റിനൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ക്ലിങ്ങിങ് റൂട്ടോ? ക്ലിങ്ങിങ് റൂട്ട് ചെടികളിലും മറ്റിതിലൊക്കെ പിടിച്ച് കയറാൻ വേണ്ടി അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന്, അതുകൊണ്ടോ ലീഫിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് ക്ലിങ്ങിങ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി ന്യൂമാറ്റോഫോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ, നമ്മുടെ കണ്ടൽ കാടുകളിലൊക്കെ കണ്ടൽ ചെടിയിൽ നിന്ന് ഉണ്ടാകുന്ന റൂട്ടുകളാണ് ന്യൂമാറ്റോഫോസ്. സാധാരണ റൂട്ടുകൾ എങ്ങോട്ടാണ് വളരുക? മണ്ണിൻ്റെ ഉള്ളിലേക്കാണ് വളരുക അല്ലേ, വേരുകൾ. പക്ഷേ ന്യൂമാറ്റോഫോസ് മണ്ണിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെയാണ് വളരുക. ഇതിനെ ബ്രീത്തിങ് റൂട്ട് എന്നാണ് പറയുക. ഇത് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ആണ് മുകളിലേക്ക് വളരുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയൊക്കെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അതർ ടൈപ്സ് ഓഫ് റൂട്ട് എന്നുള്ള ഈ ഒരു നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓൾദോ റൂട്ട്സ് ആർ യൂഷ്വലി ഗ്രോൺ ഫ്രം ദ റാഡിക്കൽ, സം റൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ദ സ്റ്റെംസ്, ബ്രാഞ്ചസ് എക്സെട്ര. ദേ ആർ പ്രോപ്പ് റൂട്ട്സ്, സ്റ്റിൽ റൂട്ട്സ് ആൻഡ് ക്ലിങ്ങിങ് റൂട്ട്സ്. Then pneumatophores are a special kind of root found in mangroves. The tips of these root rises from the soil into the atmosphere.
They are known as breathing roots as they help in the exchange of gases. So അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞാൽ താഴെ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ട് കോക്കനട്ട് ട്രീയും അതിൻ്റെ കുറച്ച് പാർട്സും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കൂ. സീഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോട്ടിലിട, അതിൻ്റെ ഉള്ളിൽ കോട്ടിലിടം കാണാൻ പറ്റും. ദെൻ ഒരു കോക്കനട്ട് ട്രീയുടെ പിക്ചർ ഉണ്ട്. ദെൻ അതിൻ്റെ റൂട്ട് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ദെൻ അതിൻ്റെ ലീഫ് കൊടുത്തിട്ടുണ്ട്. സോ നൗ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പിക്ചർ, ദാറ്റ് ഈസ് ഗ്രൂപ്പ് 2. ഇതിൽ ഏതിൻ്റെ പാർട്സാണ് കൊടുത്തിരിക്കുന്നത്? ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ആണ് അല്ലേ. ഫ്രൂട്ടിൻ്റെ പിക്ചർ ഉണ്ട്, സീഡ് ജെർമിനേഷൻ്റെ പിക്ചർ ഉണ്ട്, ദെൻ പ്ലാന്റ് ഉണ്ട്, അതേപോലെ ലീഫും ഉണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? താഴെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മളത് ഫില്ല് ചെയ്യണം അല്ലേ. ഇതിൻ്റെ പ്ലാൻ പാർട്ട് എന്താണ് വരിക? ഗ്രൂപ്പ് 1ൻ്റെ റൂട്ട് എങ്ങനത്തെയാണ്? ഗ്രൂപ്പ് 1ൻ്റെ, അതായത് കോക്കനട്ടിൻ്റെ റൂട്ട് സിസ്റ്റം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഫൈബ്രസ് ആണല്ലേ. ദെൻ ഗ്രൂപ്പ് 2ൻ്റെ ആണെങ്കിലോ, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് എങ്ങനെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ദെൻ സ്റ്റെമ്മ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1ൻ്റെ കോക്കനട്ടിൻ്റെ എങ്ങനെ സ്റ്റെമ്മ് ബ്രാഞ്ച് ഉണ്ടാവുമോ? കോക്കനട്ടിന് ഇല്ല. സോ ഇറ്റ് ഈസ് അൺബ്രാഞ്ച്ഡ്. ദെൻ ജാക്ക് ഫ്രൂട്ടിന് ബ്രാഞ്ച്ഡ് ആണ്. ലീഫ് ആണെങ്കിലോ, കോക്കനട്ടിന് പാരലൽ വീനേഷനാണ്, ജാക്ക് ഫ്രൂട്ടിന് റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ദെൻ ലാസ്റ്റ് വൺ, നമ്പർ ഓഫ് കോട്ടിലിഡൻസ്. കോക്കനട്ടിന് സിംഗിൾ കോട്ടിലിഡനാണ്, ഒരു കോട്ടിലിഡനേ ഉണ്ടാവുള്ളൂ. ജാക്ക് ഫ്രൂട്ടിന് രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടാകും. സോ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ കണ്ട, അതായത് ഒരു കോട്ടിലിഡനുള്ള പാരലൽ വീനേഷൻ കാണിക്കുന്ന സ്റ്റെമ്മ്, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് ആയിട്ടുള്ള പ്ലാന്റുകളെയാണ് മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുക. സോ ബേസിക്കലി അതിന് എന്ത് കോട്ടിലിടനേ ഉണ്ടാവുള്ളൂ? ഒരു കോട്ടിലിടനേ ഉണ്ടാവുള്ളൂ. സോ ഒരു കോട്ടിലിടനുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് മോണോകോട്ട് പ്ലാന്റ്സ്. ഇതിൻ്റെ പ്രത്യേകതകളാണ് ഫൈബ്രസ് റൂട്ടായിരിക്കും, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും, ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആയിരിക്കും. ദെൻ ഗ്രൂപ്പ് 2ൽ നമ്മൾ കണ്ട പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. സോ അതിനെ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം, ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വീനേഷൻ എലോങ് വിത്ത് ബ്രാഞ്ച്ഡ് സ്റ്റെം. സോ ആ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, സെൻറ്ററിലെ പാരഗ്രാഫ്. സോ ഇതുപോലെ നമ്മുടെ ചുറ്റുപാട് നിന്നും മോണോകോട്ട് പ്ലാന്റ്സിനും ഡൈക്കോട്ട് പ്ലാന്റ്സിനും ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ടു പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റിങ്ഷൻ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് യൂസ്ഡ് ടു ബി പ്രസൻറ്റ് ഇൻ മെനി ഏരിയാസ് ആൻഡ് നൗ ഡിക്രീസിങ് ഇൻ നമ്പർ. അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ വളരെ കുറവ് മാത്രം കാണപ്പെടുന്നതുമായ ഒരുപാട് ചെടികളുണ്ട്. അതിന് 2 എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രിക്കി ആഷ്, ദാറ്റ് ഈസ് മുള്ളിലം, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് തുമ്പ. തുമ്പയൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെയുള്ള ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അതുപോലെയുള്ള കുറേ പ്ലാന്റുകളുടെ ലിസ്റ്റ് നമുക്ക് ശേഖരിക്കാം, മുതിർന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശേഖരിക്കാവുന്നതാണ്. അതിന് എന്താണ് ഇതിന് കാരണം? എക്സ്റ്റിങ്ഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദിയർ ഡിസപ്പിയറൻസ് ഫ്രം ദ എർത്ത്. മേജർ റീസൺ ഫോർ ദിസ് ഇസ് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദ ഓർഗാനിസം. To save organisms from extinction, their natural habitat must be protected. അപ്പോൾ എക്സ്റ്റിങ്ഷൻ കാരണമാണ് ഇങ്ങനെ ചെടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആ നേച്ചുറൽ ഹാബിറ്റാറ്റ്, അത് ഉണ്ടായിരുന്ന ആ സ്ഥലം തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരം ചെടികളെയൊക്കെ എല്ലാ കാലത്തും നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതാണ്
ടെക്സ്റ്റിലെ പാഠത്തിലെ മേജറായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ കോട്ടിലിഡൻ when the seed begin to germinate? What is the reasons for this? സീഡ് മുളച്ച് വലുതായി വരുമ്പോൾ കോട്ടിലിഡൻസിൻ്റെ സൈസിന് എന്ത് പറ്റുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ? എന്താണ് ഇതിൻ്റെ റീസൺ? എന്താണ് സംഭവിക്കുക? കോട്ടിലിഡൻ്റെ സൈസ്, ദ സൈസ് ഓഫ് ദ കോട്ടിലിഡൻ ബിക്കം സ്മോൾ അല്ലേ? ചെറുതായി വരും. വൈ? ബിക്കോസ് ദ ജെർമിനേറ്റിംഗ് പ്ലാന്റ് യൂസസ് കോട്ടിലിഡൻ ആസ് ഫുഡ്. സോ അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് യു സീ അറൗണ്ട് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ജെർമിനേഷൻ ഫ്രം സീഡ്, സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. ഡിഫറെൻറ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഏത് ഭാഗത്തു നിന്നാണ് ജെർമിനേറ്റ് ചെയ്യുക ഓരോ പ്ലാന്റിനനുസരിച്ച്. അപ്പോൾ നമുക്കൊരു ടേബിൾ പോലെ ഉണ്ടാക്കാം. സീഡ്, സ്റ്റെം, റൂട്ട്, ലീഫ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. താഴെ ഒരു എക്സാമ്പിൾ ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് കേട്ടോ. സീഡിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം? ജാക്ക് ഫ്രൂട്ട്, മാംഗോ, റൈസ്, പീ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സ്റ്റെമ്മിനും അതുപോലെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഹിബിസ്കസ്, റോസ്, ടപ്പിയോക്ക മരച്ചീനിയാണ്. പിന്നെ ക്രൈസാന്തം, ജമന്തി എന്നൊക്കെ പറയും, പൂക്കളുണ്ടാകുന്ന ചെടികളാണ്. ദെൻ റൂട്ടിൽ നിന്നോ നമുക്ക് എന്തൊക്കെ പറയാം? യാം, കൊളക്കേഷ്യ, ജിഞ്ചർ, ടേമറിക്, അതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ലീഫിനാണെങ്കിൽ ഇലമുളച്ചി, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അതേപോലെ അലോവേര, പെപ്പറോമിയ, ബെഗോണിയ, ഇതൊക്കെ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ആണ്. ആ ടേബിളിൽ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സലും അതിൻ്റെ അഡാപ്റ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തേൻ്റെ അഡാപ്റ്റേഷൻ എന്താ? ഫ്ലഷി പാർട്സും പാർട്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ക്ലിങ് ടു അതർ തിങ്സ്. ഇതൊക്കെ എന്തിനുള്ള അഡാപ്റ്റേഷനാണ്? ത്രൂ അനിമൽസിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ അല്ലേ? സോ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എന്തെഴുതാം? ത്രൂ അനിമൽസ് എഴുതാം. രണ്ടാമത്തേതോ, ദ വെയ്റ്റ് ഓഫ് ദ സീഡ് ഈസ് ലെസ്, ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാം? മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ എന്താണ്? ത്രൂ വിൻഡാണ്. ദെൻ അടുത്തത് ത്രൂ വാട്ടറാണ്. അതിനുള്ള അഡാപ്റ്റേഷൻസ് നമുക്ക് എന്തൊക്കെ പറയാം? സീഡ്സ് വാട്ടർ പ്രൂഫ് ആയിരിക്കും, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടറിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ ലാസ്റ്റ് വണ്ണോ, വെൻ ദ ഫ്രൂട്ട് റൈപ്പൻസ് ഔട്ടർ ഷെൽ സ്പ്ലിറ്റ്സ് ഓപ്പൺ, അതായത് സീഡ്സ് സ്കാറ്റർ ആയി പോകും. അതെന്തിലൂടെയാ? ത്രൂ എക്സ്പ്ലോഷൻ. സോ ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിലായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻസിനായിട്ട് തുടർന്ന് വരുന്ന വീഡിയോസ് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.